ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MTS4B04 എന്ന് പറയുന്ന കോർ പേപ്പറാണ്. അപ്പോൾ അതിനകത്തുള്ള ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് ആകെ 4 മൊഡ്യൂളുകളാണ് ഉള്ളത്. ഓരോ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആൻഡ് മെട്രിസസ് ആണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അത് കഴിഞ്ഞ് വരുന്നത് വെക്ടർ സ്പേസസ് ആണ്. അത് കഴിഞ്ഞ് വരുന്നത് തേർഡ് മൊഡ്യൂളും വെക്ടർ സ്പേസ് എന്ന് തന്നെയാണ് പേര്. അടുത്തത് ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ്, ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്, ഡയഗണലൈസേഷൻ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു പേപ്പറാണ്. മെട്രിസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോകാം. അതുപോലെ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് മാട്രിസസ് ആൻഡ് മാട്രിക്സ് ഓപ്പറേഷൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മാട്രിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മാട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലസ് ടുവിൽ നമുക്ക് ഒരു ചാപ്റ്റർ മാട്രിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലസ് 1 സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, അതുപോലെ തന്നെ പ്ലസ് 2 മാട്രിക്സ്, ഡിറ്റർമിനൻ്റ്, ഈ 3 ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് നോക്കണം നല്ലതായിരിക്കും. അതുപോലെ തന്നെ വെക്ടേഴ്സ്, പ്ലസ് 2 വരുന്ന വെക്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ, വെക്ടർ ഓൾജിബ്ര എന്നായിരിക്കും ചാപ്റ്ററിൻ്റെ പേര് ചിലപ്പോൾ. അപ്പോൾ ആ ഒരു ചാപ്റ്ററൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതൊക്കെ അറിയുന്നുള്ള ആളുകൾക്ക് ഓപ്പറേഷൻസൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ അറിയും. അതുപോലെ തന്നെ എല്ലാ കൺസെപ്റ്റും ക്ലിയർ ആയിട്ടുള്ള ആളുകൾക്ക് നോക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ഇവിടെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡെഫിനേഷൻ തൊട്ട്, അതായത് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് എന്നുള്ള ഡെഫിനേഷൻ തൊട്ട് തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതുമുതൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്താണെന്നും സിസ്റ്റം എങ്ങനെ സോൾവ് ചെയ്യാമെന്നും, അപ്പോൾ 2 മെത്തേഡ്, ഗോസ് ജോർദാൻ മെത്തേഡ്, അതുപോലെ തന്നെ ഗോസ് എലിമിനേഷൻ, അതുപോലെ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസാണ് ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നുള്ളൂ. അത് പിന്നെ വരുന്നത് മാട്രിക്സിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ്. ലാസ്റ്റ് ടോപ്പിക്കായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇവിടെ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാട്രിക്സിനെ ABC, നമ്മളിപ്പോൾ മെട്രിക്സിനെ എങ്ങനെയാണ്, ഒന്നെങ്കിൽ കോളം വെക്ടറായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റോ വെക്ടറായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ ഇതിനകത്ത് ഈ ABC എന്ന് പറയുന്നതിന് എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ എൻട്രീസ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഫോമിലാണ്. ഇപ്പോൾ A എന്ന് എഴുതിയത് കഴിഞ്ഞാലും നമുക്ക് അതൊരു മെട്രിക്സ് ആണെന്ന് വിളിക്കാം. ഇനി AB എന്നുണ്ടെങ്കിലും മെട്രിക്സ് ആണെന്ന് വിളിക്കാം. ഈ ABC എന്ന് പറയുന്നത് മെട്രിക്സ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും നമ്മൾ എന്തെന്നാണ് വിളിക്കുക, റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുക. സോ ഇതിനകത്തുള്ള ഈ എലമെൻറ്റ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് എഴുതുന്ന ഈ മെട്രിക്സിനകത്ത് എഴുതുന്ന നമ്പേഴ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, എൻട്രീസ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. മാട്രിക്സിൻ്റെ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ളത് 1 3 -1 2 0 4. അപ്പോൾ ഈ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിനെ നമുക്ക് ഇതിനൊരു പേരുണ്ടാവും, M/N മെട്രിക്സ്. അപ്പോൾ നമ്മളെപ്പോഴും മെട്രിക്സിനെ റോ കോളം മെട്രിക്സ് എന്നാണ് വിളിക്കാറ്. അതായത് നമ്പർ ഓഫ് റോസ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് കോളംസ്. ആ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ്, അതായത് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ വെച്ചാണ് നമ്മൾ മെട്രിക്സിനെ എപ്പോഴും പേര് വിളിക്കാറ്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് വരുന്ന നമ്പർ ഓഫ് റോസ് വരുന്നത് എത്രയാണ്, 3 റോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, തേർഡ് റോ. അതുപോലെ തന്നെ 2 കോളം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3/2 മാട്രിക്സ് ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അടുത്തൊരു മാട്രിക്സ് വരുന്നത് 2 1 0 -3. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് റോ എന്ന് പറയുന്നത് എത്രയാണ്, ഒറ്റ റോയേ ഉള്ളൂ. അതുപോലെ തന്നെ കോളം എന്ന് പറയുന്നത് എത്രയാണ്, 4 ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് 1/4 മാട്രിക്സ് എന്ന് വിളിക്കാം. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 1/2 1 0 0 0. അപ്പോൾ സോറി, ഇതിനകത്ത് എഴുതുന്നത് കാണുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു മെട്രിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇനി നമ്മളെന്താണ് നമ്മളിപ്പോൾ മാട്രിക്സിനെ നമുക്ക് എന്താണ് വെക്ടർ എന്നും കൂടി വിളിക്കുക. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ABC എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇതിനെ ഒരു റോ വെക്ടർ എന്ന് വിളിക്കാം. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ABC. ഇപ്പോൾ ഇതിനെ എന്ത് വിളിക്കാം? ഇതിനെ കോളം വെക്ടർ എന്ന് വിളിക്കാൻ പറ്റും നമുക്ക്. നമ്മൾ എന്തൊക്കെ കാര്യം പറഞ്ഞു? മാട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, ഇറ്റ്സ് എ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിനകത്ത് ഉള്ള നമ്പേഴ്സിനെ നമുക്ക് എൻട്രീസ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാട്രിക്സിൻ്റെ നമ്മൾ എപ്പോഴും എന്താണ് അതിൻ്റെ ഡയമെൻഷൻ വെച്ചാണ് ഡിനോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ M/N, അതായത് റോ കോളം മാട്രിക്സ് എന്നാണ് നമ്മൾ വിളിക്കാറ്. അപ്പോൾ നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് വെച്ചിട്ടാണ് ആ പേരിലാണ് നമ്മൾ ഒരു മാട്രിക്സിനെ വിളിക്കാറ്. ഇനി എന്താണ് ഒരു റോ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിനെ നമുക്ക് റോ വെക്ടർ എന്നും അതുപോലെ തന്നെ കോളം മാത്രമാണെന്നുണ്ടെങ്കിൽ കോളം വെക്ടർ എന്നും വിളിക്കാമെന്ന് പറഞ്ഞു. ഇനി ഒരു സ്ക്വയർ മാട്രിക്സ് നമ്മൾ ഓൾറെഡി കണ്ടു. എന്താണ് നമ്മുടെ മൂന്നാമത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? ഒരു സ്ക്വയർ മാട്രിക്സ് ആയിരുന്നു. അതായത് എന്താണ് നമ്പർ ഓഫ് റോസ് അതുപോലെ തന്നെ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം? സ്ക്വയർ മാട്രിക്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മാട്രിക്സിനെ എന്താണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറ്. സോ ഇവിടെ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ആണ്. M/M എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇറ്റ്സ് എ സ്ക്വയർ മാട്രിക്സ് എന്ന് വിളിക്കാം. ഇനിയിപ്പോൾ എന്താണ് ഞാൻ B എന്ന് പറയുന്ന ഒരു മാട്രിക്സ് എടുത്തു. B എന്ന് പറയുന്ന ഒരു മാട്രിക്സ് എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഡയമെൻഷൻ വരുന്നതും B എന്ന് പറയുന്ന ഒരു മാട്രിക്സ് M/M തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇതിനെ ഈക്വൽ മാട്രിക്സ് എന്ന് വിളിക്കാം. അപ്പോൾ രണ്ട് മാട്രിക്സ് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം? അതിൻ്റെ സൈസ് ഡയമെൻഷൻ ഈക്വൽ ആവണം. അതുപോലെ തന്നെ എന്താണ് അതിനകത്തുള്ള എൻട്രീസ് എല്ലാം സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു മാട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ മാട്രിക്സിൻ്റെ ഡയഗണൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു സ്ക്വയർ മാട്രിക്സ് എഴുതി. എക്സാമ്പിളാണ് ഇപ്പോൾ A11, A12, A13, A21, A22, A23, A31, A32, A33. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഡയഗണൽ എലമെൻ്റ് എന്ന് പറയുന്നതാണ്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? മെയിൻ ഡയഗണൽ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ നമുക്കെന്താണ് ഇപ്പോൾ മാട്രിക്സ് എന്താണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നമുക്കെന്താണ് പോസിബിളാണ്. അതുപോലെ തന്നെ മാട്രിക്സിൻ്റെ അഡീഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അവിടെ എങ്ങനെയാണ് നമ്മൾ വെക്ടർ അഡീഷനാണ് നമ്മൾ ചെയ്യാറ്. രണ്ട് മാട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം? ആ മാട്രിക്സിൻ്റെ സൈസ് ഈക്വൽ ആയിരിക്കണം. അതിനകത്ത് നമ്മൾ എന്തായിരിക്കും കോളം വൈസാണ്. അതായത് നമുക്കൊരു മാട്രിക്സ് ഉണ്ട്. ഇത് എ എന്ന് പറയുന്നത് ഇവിടെ ABCD ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു മാട്രിക്സ് ഇതാണ്. ഇതിനകത്ത് EFGH ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യാറ്? എലമെൻറ്റ് വൈസ് ആണ് നമ്മൾ ആഡ് ചെയ്ത് പോവാറ്. അതാണ് വെക്ടർ അഡീഷൻ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സം എന്ന് വരുന്നത് എന്തായിരിക്കും? A+E അതായിരിക്കും ഫസ്റ്റ് എലമെൻറ്റ്. അടുത്തത് എന്താണ്? B+F. അടുത്തത് എന്തായിരിക്കും? C+G. അതുപോലെ തന്നെ ലാസ്റ്റ് എലമെൻറ്റ് എന്തായിരിക്കും? D+H എന്നായിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞത് എന്താണ് വെക്ടർ അഡീഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇനി എന്താണ് മാട്രിക്സിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് എനി നമ്പർ ഏതൊരു C കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇതൊരു സ്കെയിലാർ വാല്യൂ ആണ്. ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു മാട്രിക്സിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കെന്താണ് K1 up to Kn, അതായത് n നമ്പർ ഓഫ് സ്കെയിലേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സെയിം സൈസുള്ള A1 up to An നമ്പർ ഓഫ് മാട്രിസസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് K1A1 പ്ലസ് K2A2 പ്ലസ് എക്സെട്ര പ്ലസ് Kn An. ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? അപ്പോൾ ഇതിലെ കണ്ടീഷൻ ഇതാണ്. K എന്ന് പറയുന്നത് അതായത് n കേകൾ ഉള്ളത് എന്താണ് ഇരിക്കണം? സ്കെയിലർ വാല്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ സെയിം ഈ n നമ്പർ ഓഫ് മാട്രിസസ് ഉള്ളത് എന്തായിരിക്കണം? സെയിം സൈസ് ആയിരിക്കണം. അതായത് ഒരേ ഡയമെൻഷനുള്ള മാട്രിസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത് പേരാണ് ലീനിയർ കോമ്പിനേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ്റെ ഇതിനകത്ത് ഈ സ്കെയിലർ വാല്യൂസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻസ് എന്ന്. ഇവിടെ എഴുതുന്നത് കാണുന്നില്ല എന്ന് തോന്നുന്നു. എന്താണ് ലീനിയർ കോമ്പിനേഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിനകത്തുള്ള ഈ K1 up to Kn നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കോഎഫിഷ്യൻസ് എന്ന്. അപ്പോൾ നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിലേക്കുള്ള എന്താണ് ഒരു ബേസിക്സ് ആണ് ഈ പറഞ്ഞു പോകുന്നത്.
ഇനി നമുക്ക് എന്താണ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്? മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മളിപ്പോൾ അഡീഷൻ കണ്ടു. അപ്പോൾ അഡീഷൻ പോലെ തന്നെയാണ് എന്തായിരിക്കും സബ്സ്ട്രാക്ഷൻ ചെയ്യുന്നതും എങ്ങനെയാണ് വെക്ടേഴ്സിന് എന്താണ് ഡിഫറൻസ് കാണുന്ന പോലെ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് എന്താണ് ഇതൊരു മെട്രിക്സ് ആണ്. നമ്മൾ ഇതിൻ്റെ പ്രോഡക്റ്റ് കാണുന്നത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് കോളം ഇൻറ്റു ഫസ്റ്റ് റോ വെച്ചായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു എന്ത് പറഞ്ഞത് ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. -1 3 2 1 2 -3 2 1 -2. ഇത് നമുക്കൊരു 3x3 മെട്രിക്സ് ആണ്, ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് മാട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇഫ് എ എന്ന് പറയുന്ന മാട്രിക്സിൻ്റെ ഡയമെൻഷൻ m/n മാട്രിക്സ് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു കോളം വെക്ടർ തന്നിട്ടുണ്ട് ബി എന്ന് പറയുന്നത്. അതിൻ്റെ എന്താണ് n/1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും? ഇത് നമുക്ക് കിട്ടുന്നത് എന്താണ് m/1 മാട്രിക്സ് ആയിരിക്കും. സോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് വരുന്നത്, അതായത് നമ്മൾ എപ്പോഴും എന്താണ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനാണ്. സോ നമുക്ക് ഈ ഒരു മാട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എന്തായിരുന്നു, നമുക്ക് n നമ്പർ ഓഫ് സ്കെയിലർ വാല്യൂസ്, അതുപോലെ തന്നെ n നമ്പർ ഓഫ് സെയിം സൈസുള്ള മാട്രിക്സസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ അവരതിനൊക്കെ ഇത് അതായത് അവരുടെയൊക്കെ എന്താണ് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. അതായത് ആ സ്കെയിലർ വാല്യൂ ഇൻറ്റു ദ മാട്രിക്സ് പ്ലസ് അവരുടെ സമ്മ്, അതിനെയാണ് നമ്മളൊരു ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ ഫസ്റ്റ് കോളം ഇൻറ്റു ഫസ്റ്റ് റോ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്തുള്ള ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു അതായത് ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ മാട്രിക്സ് അതിനകത്തുള്ള ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഈ സെക്കൻഡ്, അതായത് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു വെക്ടറിലെ കോളം വെക്ടറിലെ ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മളെന്താണ് ഈ ഒരു കോളം വെക്ടറിലെ ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് തേർഡ് എലമെൻറ്റ്, അതായത് തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മളെന്താണ് ഈ കോളം വെക്ടറിലെ ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഈ 3നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2നെ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിൽ ഇനി അടുത്ത സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുകയാണെങ്കിലും എന്താണ് ഈ 2നെ നമ്മൾ -1 കൊണ്ട് തന്നെ, അതുപോലെ തന്നെ -3നെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തേർഡ് റോ കൺസിഡർ ചെയ്യുകയാണെങ്കിലും എങ്ങനെയാണ് 1നെ -1 കൊണ്ടും ഈ -2നെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് ഈ ഒരു പ്രോഡക്റ്റിനെ, ഈ ഒരു മാട്രിക്സിൻ്റെ പ്രോഡക്റ്റിനെ നമുക്ക് എന്താണ് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. 2 ഇൻറ്റു നമ്മുടെ ഫസ്റ്റ് കോളം -1 1 2 പ്ലസ് -1 ഇൻറ്റു 3 2 1 പ്ലസ് 3 ഇൻറ്റു 2 -3 -2. ഇനി എന്ത് ചെയ്താൽ മതി, ഈ ആദ്യം ഇവിടെ സ്കെയിലാർ പ്രോഡക്റ്റ് കാണുക, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സ്കെയിലാർ വാല്യൂ കൊണ്ട് ഈ ഒരു വെക്ടറിനെ കോളം വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, അതുപോലെ തന്നെ ഈ 3 മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എന്ത് ചെയ്താൽ മതി, നമുക്ക് മാട്രിക്സിൻ്റെ പ്രോഡക്റ്റിനെ ഇങ്ങനെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രോഡക്റ്റ് ഈസി ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. a11x1 പ്ലസ് a12x2. അപ്പോൾ ഇതെല്ലാം എന്താണ് എലമെൻറ്റ്സ് ആണ്, മാട്രിക്സിലെ എലമെൻറ്റ്സ് ആണ്. അതിനെ നമ്മൾ ij എന്ന് എഴുതുന്നതിനാണ് a11, അതുപോലെ തന്നെ a12 അങ്ങനെ എഴുതി പോകുന്നത്, പ്ലസ് എക്സെട്ര അപ് ടു a1 and xn is equal to b1. അതുപോലെ തന്നെ എന്താണ് എക്സെട്ര am1 x1 പ്ലസ് am2 x2 പ്ലസ് എക്സെട്ര amn xn is equal to bm എന്ന് വിളിക്കും. ഇതാണെന്ത് ഒരു ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലീനിയർ സിസ്റ്റം എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം, വേരിയബിൾസിൻ്റെ എല്ലാം എന്താണ് ഡിഗ്രി 1 ആയിരിക്കണം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, അതായത് ഇവിടുത്തെ എന്താണ് ഈ a11 a12 a1n അപ് ടു amn എന്ന് പറയുന്നത് എന്താണ് കോഎഫിഷ്യൻസ് ആണ്.
അതുപോലെ തന്നെ ഈ x1 അപ് ടു xn എന്നുള്ളത് എന്താണ്, വേരിയബിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ax ഈക്വൽ ടു ബി എന്നുള്ള ax ഇസ് ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റും. എന്താണ്, ഇതൊരു മാട്രിക്സ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. സോ ഇതിനകത്ത് ഈ എ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ കോഎഫിഷ്യൻറ്റ് മാട്രിക്സ്. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, വേരിയബിൾ മാട്രിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യൻറ്റ് മാട്രിക്സ് ആണ്. കോഎഫിഷ്യൻറ്റ് മാട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എക്സ് എന്ന് പറയുന്ന ആ ഒരു കോളം വെക്ടറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, വേരിയബിൾ മാട്രിക്സ് എന്ന് വിളിക്കാം. വേരിയബിൾ മാട്രിക്സ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എന്താണ്, അതിനെ ബിയുടെ പേര് കോൺസ്റ്റൻറ്റ് മാട്രിക്സ് എന്നാണ്. അപ്പോൾ ഇതൊന്നും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാമെന്ന് അറിയില്ല. പക്ഷേ നമുക്കെന്താണ്, ഇത് ബേസിക്സ് ജസ്റ്റ് എന്താണ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമുക്ക് ഓപ്പറേഷൻസ് വരുന്നത് ഇതൊന്നുമല്ല. അപ്പോൾ ഈ ഒരു സിംപ്ലിക്കേഷൻ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന അതാണ് എന്ത്, ഒരു മാട്രിക്സ് ഇക്വേഷൻ, ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ, അതായത് എന്താണ് എൻ നമ്പർ ഓഫ് അൺനോൺസും എം നമ്പർ ഓഫ് ഇക്വേഷൻസും ഉള്ള ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒറ്റ മാട്രിക്സ് ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ എഴുതുന്നത് എന്തിനാണ്, ഇനി മാട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലീനിയർ സിസ്റ്റത്തിനെ സോൾവ് ചെയ്യാം. സൊല്യൂഷൻ, ഒരു ലീനിയർ സിസ്റ്റം തന്നിട്ടുണ്ട്, നമുക്ക് എന്താണ് അവിടെ എൻ അൺനോൺസ് നമ്മൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ അതിൻ്റെ സൊല്യൂഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനെ നമുക്ക് മാട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്തത് മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താണെന്ന് അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 1 2 3 ഇതൊരു കോളം റോ വെക്ടറാണ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇതാണ് എ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും, 1 2 3. ഇതെന്താണ്, ഇതൊരു കോളം വെക്ടറാണ്. അപ്പോൾ എന്താണ്, ഒരു റോ വെക്ടറിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു കോളം വെക്ടർ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഏത് ഡയമെൻഷനുള്ള മാട്രിക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ട്രാൻസ്പോസ് കാണാൻ പറ്റും. എന്തായിരിക്കും, കറസ്പോണ്ടിങ് മാട്രിക്സിലെ കോളം ആയിരിക്കും, റോ ആയിരിക്കും നമുക്ക് വരുന്ന ട്രാൻസ്പോസ് മാട്രിക്സിലെ റോ ആയിട്ട് കോളമായിട്ട് വരുന്ന എന്തായിരിക്കും, നമ്മൾക്ക് തന്നിട്ടുള്ള മാട്രിക്സിലെ എന്ന് പറയുന്ന മാട്രിക്സിലെ റോ ആയിരിക്കും എന്ത് നമുക്ക് ട്രാൻസ്പോസ് വരുന്ന മാട്രിക്സിലെ കോളമായിട്ട് വരുന്നത്. അത്ര വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇനി തിരിച്ചും ഇനി ആ ട്രാൻസ്പോസിലെ കോളം ഫസ്റ്റ് കോളം ആയിരിക്കും നമ്മുടെ എ എന്ന് പറയുന്ന മാട്രിക്സിലെ റോ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ മെയിൻ ഡയഗണൽ പറഞ്ഞില്ലേ, ഇനി അതിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതാണ് ട്രേസ് ഓഫ് എ മാട്രിക്സ്. TR ഓഫ് എ എന്ന് നമുക്ക് പറയാം, അതല്ലാതെ ട്രേസ് എന്ന് പറയാം. ഇപ്പോൾ ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എ എന്ന് പറയുന്ന മാട്രിക്സിനാണ് നമ്മൾ എ എന്ന് എടുത്തിട്ടുള്ളത്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ട് സൂചിപ്പിക്കുന്ന എല്ലാം എന്തായിരിക്കും, മാട്രിക്സ് ആയിരിക്കും. സോ എയുടെ ട്രേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെഫിനിഷൻ ഇതാണ്, സം ഓഫ് ഡയഗണൽ എൻട്രീസ് എന്നാണ്. ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് ഡയഗണൽ എൻട്രീസ് എന്നാണ്. അപ്പോൾ ഡയഗണൽ എൻട്രീസിൻ്റെ സം കാണാം. അതല്ല ട്രേസ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എന്തായിരിക്കണം, മാട്രിക്സ് എന്തായിരിക്കണം, സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം. അപ്പോൾ ഇതിനകത്തൊരു ഡെഫിനേഷൻ പറയുന്നത്, ട്രേസ് ഓഫ് എ ഈസ് അൺഡിഫൈൻഡ് ഇഫ് എ ഈസ് നോട്ട് എ സ്ക്വയർ മാട്രിക്സ്. അപ്പോൾ എന്താണ്, നമുക്ക് തന്നിട്ടുള്ള മാട്രിക്സ് ഒരു സ്ക്വയർ മാട്രിക്സ് അല്ലെങ്കിൽ എന്തായിരിക്കും, ട്രേസ് ഓഫ് എ അൺഡിഫൈൻഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രേസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്ക്വയർ മാട്രിക്സിനാണ് എന്തുണ്ടാവുക, മെയിൻ ഡയഗണൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇനി ആ ഒരു മെയിൻ ഡയഗണലിൻ്റെ സമ്മാണ് ഇത് നമ്മുടെ ട്രേസ് ഓഫ് എ മാട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാട്രിക്സ് സ്ക്വയർ മാട്രിക്സ് അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ട്രേസ് ഡിഫൈൻഡ് ആയിരിക്കില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള എന്താണ്, ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട് 1 2 3 4 5 6. ഈ തന്നിട്ടുള്ള മാട്രിക്സ് എന്താണ്, ഹാസ് നോ ഡയഗണൽ. ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിട്ടുള്ളത്, ഇതിനെന്താണ് ഡയഗണൽ ഇല്ല എന്ന്. സോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എന്താണ് 2/3 മാട്രിക്സ് ആണ്, 2/3 മാട്രിക്സ് ആണ്. സോ ഇതിൻ്റെ നമുക്ക് പറയാം നോട്ട് ഈക്വൽ ടു n, അല്ലെങ്കിൽ എന്താണ് 2 നോട്ട് ഈക്വൽ ടു 3. ഇതെന്താണ് സ്ക്വയർ മാട്രിക്സ് അല്ല. സോ നമുക്ക് എന്താണ് ഇതിൽ മെയിൻ ഡയഗണൽ ഇല്ല. അപ്പോൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ല, കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. M/n മാട്രിക്സ് ഹാസ് m കോളം വെക്ടേഴ്സ് ആൻഡ് n റോ വെക്ടേഴ്സ്. ഒരു മാട്രിക്സ് ഉണ്ട്, M/n മാട്രിക്സ്, അതായത് ഒരു മാട്രിക്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. അതിന് പറഞ്ഞിട്ടുള്ളതാണ് m നമ്പർ ഓഫ് കോളം, അതുപോലെ തന്നെ m നമ്പർ ഓഫ് റോസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു റോ കോളം മാട്രിക്സ് എന്നാണ് പറയുക. നമ്മളെപ്പോഴും മാട്രിക്സിൻ്റെ പേര് പറഞ്ഞ് റോ കോളം മാട്രിക്സ് എന്നാണ്. സോ നമുക്ക്
എം ആയിട്ട് വരുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും, അല്ല നമ്പർ ഓഫ് റോസ് ആയിരിക്കും. എത്ര റോസ് ഉണ്ടെന്നാണ് എം എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ എൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് കോളംസ് ആണ്. സോ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇഫ് എ ആൻഡ് ബി ആർ 2x2 മാട്രിക്സസ് ദെൻ എ ബി ഈസ് ഈക്വൽ ടു ബി എ. നമുക്കറിയാം എന്താണ് മാട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പോൾ ഇവിടെ അപ്പോൾ ഈ ഒരു തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. അടുത്ത് നോക്കാം. അതെന്താണ്? ഇഫ് ദ ith റോ വെക്ടർ ഓഫ് എ മാട്രിക്സ് പ്രോഡക്റ്റ് എ ബി ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ മൾട്ടിപ്ലൈങ് എ ബൈ ith റോ വെക്ടർ ഓഫ് ബി. അതാ പറഞ്ഞിട്ടുള്ളത്. എ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണ്? ഇതിനകത്തുള്ള ith റോ, ഒരു റോ എന്താണ്? ith റോനെ നമുക്ക് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും? എപ്പോഴോ എ ബി ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ മൾട്ടിപ്ലൈങ് എ ബിയിലെ ith റോ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? എ ബിയിലെ ith റോ കിട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ബി എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്. ഇതിനകത്ത് നമ്പർ ഓഫ് റോസ് കിടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താണ്? കുറച്ച് കോളം കിടക്കുന്നുണ്ട്. അപ്പോൾ സെയിം സൈസ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമുക്ക് ബിയിലെ ith റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എ ബിയിലെ എന്ത് കിട്ടുന്നത്? ith റോ കിട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നേരെ തിരിച്ചാണ് സംഭവിക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന ith റോ കൊണ്ട് ബിയിലെ ഏതെങ്കിലും ഒരു കോളം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ ബി എന്ന് പറയുന്ന മാട്രിക്സിലെ ith റോ കിട്ടും. ഇനി അടുത്തത്, ഫോർ എവറി മാട്രിക്സ് എ ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. അതാണ് ഏതൊരു മാട്രിക്സിൻ്റെയും എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ആയിരിക്കും. അത് ട്രൂ ആയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതാണ് ഫസ്റ്റ് ഒരു മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണാം, അതിനെ വീണ്ടും ട്രാൻസ്പോസ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? സെയിം മാട്രിക്സ് തന്നെ നമുക്ക് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മാട്രിക്സസ് ഓഫ് സെയിം ഓർഡർ ദെൻ ട്രേസ് ഓഫ് എ ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ ഇൻറ്റു ട്രേസ് ഓഫ് ബി. അതാണ് സെയിം സൈസുള്ള ഒരു മാട്രിക്സ് രണ്ടെണ്ണം എ ബി തന്നിട്ടുണ്ട്. അപ്പോൾ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രേസ് ഓഫ് എ ഇൻറ്റു ട്രേസ് ഓഫ് ബി ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ്? എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് എ ബി സി ഡി എന്ന് എടുത്തു. ഒരു 2x2 മാട്രിക്സ്, അതായത് തന്നിട്ടുള്ള എന്താണ്? സ്ക്വയർ മാട്രിക്സ് ആണ്, സെയിം ഓർഡർ എന്ന് പറഞ്ഞു. എ ബി സി ഡി എന്ന് എടുത്തു. ഇ എഫ് ജി എച്ച് എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഒരു മാട്രിക്സ് എടുത്തു. എൻ്റെ എ ഇതാണ്, എൻ്റെ ബി എന്ന് പറയുന്നത് ഇതാണ് എ, ഇതാണ് ബി. സോ ഇനി നമുക്ക് ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എ പ്ലസ് ഡി, അതായത് മെയ് ഡയഗണലിൻ്റെ സമ്മാണ് എന്ത്? ട്രേസ് എന്ന് പറയുന്നത്. ഇൻറ്റു അത് തന്നിട്ടുള്ള എന്താണ്? ഇനി ഇതിൻ്റെ ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ പ്ലസ് എച്ച് ആണ്. ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് വരും? എ ഇ പ്ലസ് ഡി എച്ച് എന്ന് വരും. ഇതാണ് എന്ത്? നമ്മുടെ ട്രേസ് ഓഫ് എ ഇൻറ്റു ട്രേസ് ഓഫ് ബി എന്ന് പറയും. അപ്പോൾ നമുക്ക് ട്രേസ് ഓഫ് എ ഇൻറ്റു ട്രേസ് ഓഫ് ബി കിട്ടിയിട്ടുണ്ട്. ഇനി ട്രേസ് ഓഫ് എ ബി കാണണം. സോ എ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് എ ബി സി ഡി എന്നാണ് നമ്മുടെ എ എന്ന് പറയുന്ന മാട്രിക്സ്. ഇ എഫ് ജി എച്ച് ആണ് നമ്മുടെ ബി എന്ന് പറയുന്ന മാട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്ക് എന്തെന്ന് വരും? എ ഇ പ്ലസ് ബി ജി എന്ന് വരും. അടുത്തെന്ത് വരും? എ എഫ് പ്ലസ് ബി എച്ച് എന്ന് വരും. അടുത്തെന്ത് വരും? സി ഇ പ്ലസ് ഡി ജി എന്ന് വരും. അടുത്തത് സി എഫ് പ്ലസ് എച്ച് ഡി എന്ന് വരും. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് ഇതാണ് നമ്മുടെ എ ബി എന്ന് പറയുന്ന മാട്രിക്സ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ എന്താണ്? ഇതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ മെയിൻ ഡയഗണലായിരിക്കും. ഇവരുടെ സമ്മായിരിക്കും, ഈ രണ്ട് എലമെൻസിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ നമുക്ക് വരുന്നത് എന്തായിരിക്കും? എ ഇ
പ്ലസ് ബി ജി പ്ലസ് സി എഫ് പ്ലസ് എച്ച് ഡി എന്നായിരിക്കും. അപ്പോൾ നമുക്കതിനകത്ത് നമുക്ക് ട്രേസ് ഓഫ് എ ഇൻറ്റു ട്രേസ് ഓഫ് ബിയിൽ വരുന്നത് എ ഇ പ്ലസ് ഡി എച്ച് മാത്രമാണ്. ഇവിടെ എന്താണ് ട്രേസ് ഓഫ് എ ബി എന്ന് പറയുന്നതിനകത്ത് വരുന്നത് എ ഇ പ്ലസ് ഡി എച്ച് ഉണ്ട്, പ്ലസ് എന്തെണ്ണം കൂടി ഉണ്ട് ബി ജി പ്ലസ് സി എഫ് എന്നും കൂടി വരുന്നുണ്ട്. സോ എന്തായിരിക്കും അത് ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് നമുക്ക് തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളാണ്, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, അപ്പോൾ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം എന്താ നമ്മളൊന്ന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കൺസെപ്റ്റ് അതായത് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതോടെ നിർത്തുക. അല്ലാന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്താലാണോ ഒരു കൺസെപ്റ്റ് മനസ്സിലാവുന്നത് അത്രയും നമ്പർ ഓഫ് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. സോ എന്താണ് ഈ ഒരു നമുക്ക് തന്നിട്ടുള്ള മെറ്റീരിയൽ അത്രയും മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്. സോ എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ എത്ര സോൾവ് ചെയ്ത് പോകുന്നോ അത്രയും എക്സാം നമുക്ക് സിമ്പിളായിരിക്കും. അടുത്തത് ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മാട്രിക്സസ്. അപ്പോൾ എയും ബിയും എന്താണ് നമുക്ക് സ്ക്വയർ മാട്രിക്സസ് ആണ് തന്നിട്ടുള്ളത് ഓഫ് സെയിം ഓർഡർ. ദെൻ അപ്പോൾ എ ബി ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇത് ട്രാൻസ്പോസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് വരുന്നത് എന്തായിരിക്കും ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. ഈ മാട്രിക്സ് പ്രോഡക്റ്റ് എന്താണ് കമ്മ്യൂട്ടേറ്റീവ് അല്ല, അതുകൊണ്ട് തന്നെ എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ഈസ് നോട്ട് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇതും ഫോൾസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പം ചെയ്ത് നോക്കാം. ജസ്റ്റ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് നമുക്ക് തന്നിട്ടുണ്ട് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ള എന്താണ് എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എന്നാണ്. നമുക്കിപ്പോൾ ഇവരുടെ ഒരു ട്രാൻസ്പോസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടും, നമുക്ക് എ ബി എന്ന് കിട്ടും. അതേപോലെ ഇവിടെ നമുക്കൊരു ട്രാൻസ്പോസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് അങ്ങനെ ആയിരിക്കും, ഇത് ബി എ ഹോൾ ട്രാൻസ്പോസ് എന്നായിരിക്കും. അപ്പോൾ ഈ ട്രാൻസ്പോസ് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എ ബി ഈസ് ഈക്വൽ ടു ബി എ എന്ന് കിട്ടും. എന്താണ് ഇത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് അല്ല, എന്താണ് ഇത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അടുത്തത് എന്താണ് ഫോർ എവരി സ്ക്വയർ മാട്രിക്സ് എ ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ട്രാൻസ്പോസ് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. എന്താണ് എ എന്ന് പറയുന്ന ഒരു എൻ ബൈ എൻ മാട്രിക്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് എ എന്ന് പറയുന്ന ഒരു എൻ സ്ക്വയർ മാട്രിക്സ് ഉണ്ട്. അപ്പോൾ തന്നിട്ടുള്ള എന്താണ് ട്രാൻസ്പോസ് ഓഫ് അതായത് ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ് ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു മാട്രിക്സ് ഉണ്ട് എ, അത് സ്ക്വയർ മാട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് മെയിൻ ഡയഗണലിൽ ഉണ്ടായിരിക്കും. ഇനി ആ ഒരു മെയിൻ ഡയഗണൽ തന്നെ ആയിരിക്കും എന്ത് നമ്മുടെ ട്രാൻസ്പോസിൻ്റെ മെയിൻ ഡയഗണൽ വരുന്നത്. സോ അവരുടെ എലമെൻസിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് എ ബി സി ഡി ഇത് ഒരു മാട്രിക്സ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് ഞാൻ എടുത്തെന്ന് വിചാരിക്കുക. ഇതാണ് എ എന്ന് പറയുന്നത്. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്ക് എ ഡി സി ബി എന്ന് വരും. സോ ഇപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ട്രാൻസ്പോസ് എ എന്ന് പറയുന്നത് എന്താണ് എയുടെ ട്രാൻസ്പോസ് എ പ്ലസ് ബി ആണ്. ഇനി എ ട്രാൻസ്പോസിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് എന്താണ് എ പ്ലസ് ബി എന്ന് തന്നെയാണ്. സോ എന്താണ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മാട്രിക്സ് അതുപോലെ തന്നെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ചാപ്റ്ററൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അതിനകത്ത് അതുപോലെ പറയുന്ന ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് നോക്കിയാൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് തോന്നും. തന്നിട്ടുണ്ട് ഇഫ് എ എന്ന് പറയുന്നത് എന്താണ്, ഇഫ് എ ഈസ് എ 6/4 മാട്രിക്സ് ആൻഡ് ബി ഈസ് എ m/n മാട്രിക്സ് സച്ച് ദാറ്റ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ഈസ് a 2/6 matrix, then m equal to 4 and n equal to 2. അപ്പോൾ നമുക്ക് എന്താണ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു മാട്രിക്സ് എന്താണ് 2/6 ആണ് അതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നിട്ടുള്ള എന്താണ് എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് 6/4 ആണ്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഒരു m/n മാട്രിക്സ് ആണെന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ m equal to 4 n equal to 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൂ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ് എന്ത് നമുക്ക് 2/6 എന്ന് തന്നിട്ടുള്ളത്. സോ ഈ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതാം. അപ്പോൾ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2/6 മാട്രിക്സ് ആണ്.
ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് എന്താണ് ഇതിൻ്റെ എ ബിയുടെ ഡയമെൻഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്ന മാട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്ത് വരും നമുക്ക് 6/2 എന്ന് വരും. അതെന്താണ് ഇതിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ വരും ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്നാണ് വരുന്നത്. സോ നമുക്കിവിടെ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് തന്നിട്ടുണ്ട്. സോ എന്താണ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ആയിരിക്കും. അപ്പോൾ ഒരു നമുക്കൊരു തന്നിട്ടുള്ള ഒരു മാട്രിക്സ്, അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഒരു മാട്രിക്സ് ആണ്. ആ ഒരു മാട്രിക്സിൻ്റെ ഡയമെൻഷൻ 2/6 ആണ്. സോ ഇനി അതിൻ്റെ ട്രാൻസ്പോസ്, അപ്പോൾ ട്രാൻസ്പോസിനെ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് എന്ത് കണ്ടാൽ മതി, അതിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഇത് എ ബി ട്രാൻസ്പോസ് ആണ് 2/6. സോ എ ബി കിട്ടാൻ ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി ട്രാൻസ്പോസ് കണ്ടു. സോ നമുക്ക് എന്താണ് എ ബി കിട്ടിയത് 6/2 മാട്രിക്സ് എന്നാണ്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് എയും ബിയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡയമെൻഷൻ 6/2 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവരുടെ ഒരു പ്രോഡക്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ എ ബി എന്ന് പറയുമ്പോൾ എന്താണ്, എ ബി എന്ന് പറഞ്ഞാൽ അതായത് എ എന്ന് പറഞ്ഞാൽ 6/4 ആണ്, ബി എന്ന് പറഞ്ഞാൽ m/n ആണ്. ഇപ്പോൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഈ m = 4 ആയിരിക്കണം. അതുപോലെ തന്നെ ഇനി ഇവരുടെ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും, എ ബി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും, 6/n മാട്രിക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ m = 4 ആയിരിക്കണം. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6/n മാട്രിക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ എ ബി ഓൾറെഡി നമുക്ക് എന്ത് 6/2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് n = 2 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ്. എന്താണ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണെന്നും അതുപോലെ തന്നെ ഇനിയിപ്പോൾ മാട്രിക്സിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കണം, ഇപ്പോൾ ഒരു A/B മാട്രിക്സിൻ്റെ ഇൻറ്റു ബി ഒരു C/D മാട്രിക്സ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കണം, ബിയും സിയും ഈക്വൽ ആയിരിക്കണം, എന്നാലേ നമുക്ക് പ്രോഡക്റ്റ് കാണാൻ പറ്റൂ. അപ്പോൾ ആ ഒരു രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമെന്ന് അറിയില്ല, പക്ഷേ എന്താണ് ഒരുപാട് പ്രൂഫ് അതുപോലെ തന്നെ സിസ്റ്റം സോൾവ് ചെയ്യാനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇഫ് എ ഈസ് എൻ സ്ക്വയർ മാട്രിക്സ്, എ എന്താണ് ഒരു എൻ സ്ക്വയർ മാട്രിക്സ് ആണ്, എൻ സി ഒരു സ്കെയിലർ ആണെങ്കിൽ ദെൻ എന്താണ് ട്രേസ് ഓഫ് സി എ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ട്രേസ് ഓഫ് എ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എ എന്താണ്, എ ഒരു m/n മാട്രിക്സ്, ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, മെയിൻ ഡയഗണൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇതൊരു n സ്ക്വയർ മാട്രിക്സ് ആണ്. ഇപ്പോൾ എ ബി സി ആണ് ഇതിൻ്റെ മെയിൻ ഡയഗണൽ എന്ന് വിചാരിക്കും. ഞാൻ ബാക്കി എലമെൻറ്റ്സ് എഴുതാത്തതാണ്, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 0 0 എന്ന് എഴുതി കൊടുക്കാം. അതാണ് ആ മാട്രിക്സ് എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും, A + B + C ആയിരിക്കും. അതായത് ഇതിൻ്റെ എൻ്റെ ട്രേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, A + B + C ആയിരിക്കും. സോറി, ഞാൻ ഈ സ്കെയിലർ വാല്യൂ സി ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഈ ഒരു എലമെൻറ്റിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം. ഞാനതിനെ ഡി എന്ന് എടുത്തു. സോ സി ഇൻറ്റു അതായത് AC + BC + CD ആയിരിക്കും എന്ത് നമ്മുടെ സി ഇൻറ്റു ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യും, സി എൻ്റെ ട്രേസ് കാണണം. അപ്പോൾ സി എൻ്റെ ട്രേസ് കാണുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ AC BC DC എന്നായിരിക്കും. സോ ഇനി ഇവരുടെ ട്രേസ് കാണുമ്പോൾ എന്ത് വരും, നമുക്ക് AC + BC + DC എന്ന് കിട്ടും. സിമ്പിളാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതെന്താണ്, ഇഫ് എ ആൻഡ് ബി ആൻഡ് സി ആർ മാട്രിസസ് ഓഫ് സെയിം സൈസ് സച്ച് ദാറ്റ് A - C = B - C ദെൻ A = B. നമുക്ക് എന്താണ്, എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്. എല്ലാം എന്താണ് m/n മാട്രിക്സസ് ആണ്, സെയിം സൈസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം m/n മാട്രിക്സസ് ആണ്. സച്ച് ദാറ്റ് ഇപ്പോൾ A - C = B - C എന്നാണെന്നുണ്ടെങ്കിൽ എന്താണ് A = C എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ എന്താണ് വെക്ടർ സമ്മാണ് നമ്മൾ കാണാറ് മാട്രിക്സിൻ്റെ സമ്മ കാണുമ്പോൾ. അതായത് എലമെൻറ്റ് വൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യാറ്, ആഡ് ചെയ്യാറ്. അതുപോലെ തന്നെ അതിൻ്റെ റിവേഴ്സാണ് മൾട്ടിപ്ലിക്കേഷൻ. സോ എന്താണ് ആഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് സബ്സ്ട്രാക്ഷൻ. ഇപ്പോൾ ഇവിടെ എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു -C അതല്ലെങ്കിൽ ഒരു C മാട്രിക്സ് നമ്മൾ മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, C എന്ന് പറയുന്ന ഒരു മാട്രിക്സ് നമ്മൾ മൈനസ് ചെയ്യണം വേണ്ടത്. അത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. സോ എന്താണ് നമുക്ക് ഈ സി ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, A = B എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ തന്നിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അടുത്തത് ഇഫ് A, B, C ആർ സ്ക്വയർ മാട്രിസസ് ഓഫ് സെയിം ഓർഡർ
എന്താണ് 3 സെയിം ഓർഡറിലുള്ള സ്ക്വയർ മാട്രിക്സസ് തന്നിട്ടുണ്ട്. എ എൻ സ്ക്വയർ ആണ്, ബി എൻ സ്ക്വയർ ആണ്, അതുപോലെ സി എൻ സ്ക്വയർ ആണ്. സച്ച് ദാറ്റ് ഇനി എ ഇ അതായത് എ സി ഈസ് ഈക്വൽ ടു ബി സി എന്നാണ്, ദെൻ എ ഈസ് ഈക്വൽ ടു ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ക്യാൻസലേഷനിലോ എന്താണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഇതെന്താണ് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതായത് രണ്ട് മാട്രിക്സ്, അതായത് എ ബി എന്ന് പറയുന്ന ഒരു മാട്രിക്സ്, അതുപോലെ തന്നെ നമുക്കെന്താണ് എ സി എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്. ഇപ്പോൾ എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല ഇവരുടെ പ്രോഡക്റ്റിന്. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എ ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു എ ഈസ് ഡിഫൈൻഡ്. ഇത് ഡിഫൈൻഡ് ആണെങ്കിൽ എയും ബിയും എന്താണ് സെയിം സൈസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ട്രൂ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എ ഇൻറ്റു ബി നമുക്ക് എന്തെന്ന് കിട്ടും, ഒരു മാട്രിക്സ് കിട്ടും. അതുപോലെ ബി ഇൻറ്റു എ എന്ന് പറയുന്നത് ഒരു മാട്രിക്സ് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എ ഇൻറ്റു ബി അതുപോലെ തന്നെ പ്ലസ് ബി ഇൻറ്റു സി ഡിഫൈൻഡ് ആണെങ്കിൽ എയും ബിയും സെയിം സൈസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എ ഒരു എം ബൈ എൻ മാട്രിക്സ് ആണ്, ബി എന്ന് പറയുന്നത് ഒരു സി ബൈ ഡി മാട്രിക്സ് ആണ്. സോ ഇവരുടെ പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, നമുക്ക് എൻ ഈക്വൽ ടു സി, ഫസ്റ്റ് കണ്ടീഷൻ എൻ ഈക്വൽ ടു സി ആവണം. അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമുക്കൊരു എം ബൈ ഡി മാട്രിക്സ് ആയിരിക്കും. ഇനി തിരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻ ഇതാണ്, എന്തായിരിക്കും സി ഈക്വൽ ടു എൻ എന്ന് നമുക്ക് ഫസ്റ്റ് ഇതെന്താണ് ശരിയാവണമെങ്കിൽ, അതായത് എ ഇൻറ്റു ബി ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് സി എൻ ആവണം. അടുത്തത് ബി എന്ന് പറയുന്ന സി ബൈ ഡി മാട്രിക്സും എ എന്ന് പറയുന്ന എം ബൈ എൻ മാട്രിക്സും എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഇവിടെ ബി എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് നമുക്ക് കിട്ടുമ്പോൾ സി ബൈ എൻ ആയിരിക്കും കിട്ടുന്നത്. സോ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്, ഡി ഈസ് ഈക്വൽ ടു എൻ എം എന്നായിരിക്കണം. ഇനി ഇവരെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി, സി എൻ എന്നും അതുപോലെ തന്നെ ഡി ഈസ് ഈക്വൽ ടു എം ആണെന്നും കിട്ടി. ഇനി ഇവരെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, ആഡ് ചെയ്യുമ്പോൾ എന്താണ് മാട്രിക്സ് സെയിം സൈസ് ആയിരിക്കണം. നമ്മൾ വെക്ടർ അഡീഷൻ അല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്ന മാട്രിക്സ് എന്താണ് എം ബൈ ഡി ആണ്, പ്ലസ് സി ബി എ എന്ന് പറയുന്ന മാട്രിക്സ് എന്താണ് സി ബൈ എൻ ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എം ഈസ് ഈക്വൽ ടു സി ആയിരിക്കണം, അതുപോലെ ഡി ഈസ് ഈക്വൽ ടു എൻ ആയിരിക്കണം. ഇവിടെ എൻ ഓൾറെഡി സി ആണ്, അതുപോലെ ഡി ഓൾറെഡി എം ആണ്. ഇവരെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടി എം എന്തായിരിക്കണം, എം സി ആയിരിക്കണം, ഡി എൻ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പോൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് എ ബി പ്ലസ് ബി എ എന്നുള്ളത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഈ രണ്ട് മാട്രിക്സും ഒരേ സൈസാണ്. അതുപോലെ തന്നെ എന്തായിരിക്കും, സ്ക്വയർ മാട്രിക്സും കൂടി ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്, ഇഫ് ബി ഹാസ് എ കോളം ഓഫ് 0, then so AB is so does AB if this product defined. എന്താണ്, ബി എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്, അതിന് എന്താണ് ഒരു കോളം എന്താണ് ഒരു 0 കോളം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എ ബി എന്താണ്, സോ ഡസ് എ ബി ഇഫ് ദീസ് പ്രോഡക്റ്റ് ഡിഫൈൻഡ്. അപ്പോൾ എ ബി ഡിഫൈൻഡ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്താണ് പ്രോഡക്റ്റ് കാണുമ്പോൾ റോ ഇൻറ്റു കോളമാണ് ചെയ്യാറ്. സോ നമുക്ക് എന്താണ്, ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന മാട്രിക്സ്, അതിനകത്ത് ഒരു 0 കോളം ഉണ്ട്. ഇനി നമുക്ക് എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് എടുക്കാം. നമുക്ക് ഇവിടെ എ ബി സി ഉണ്ടെന്ന് വിചാരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനോണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമ്മുടെ എ ബിയിലെ എന്ത് വരുന്നത്, ഫസ്റ്റ് എലമെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ 0 എന്ന് പറയുന്നൊരു എലമെൻറ്റാണ് വരുന്നത്. സോ കണ്ടെന്താണ്, ഇത് ട്രൂ ആണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ പ്രോഡക്റ്റ് കാണാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഇഫ് ബി ഹാസ് എ കോളം ഓഫ് 0s, സോ ഡസ് ബി എ ഇഫ് ദിസ് പ്രോഡക്റ്റ് ഈസ് ഡിഫൈൻഡ്. ഇപ്പോൾ ബിക്ക് നേരത്തെ തന്ന പോലെ തന്നെ ബിക്ക് എന്താണ് 0 പറയുന്നൊരു കോളം ഉണ്ട്. ഇനി ബി എ ഡിഫൈൻഡ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ ബി എന്ന് പറയുന്ന ഒരു 0 കോളം കൊണ്ട് നമ്മൾ എ എന്ന് പറയുന്ന ഒരു മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്തേ കിട്ടുള്ളൂ, 0 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഡിഫൈൻഡ് ആണോ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നമുക്ക് അതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്തത് എന്താണ്, ആൽജിബ്രായിക് പ്രോപ്പർട്ടീസ് ഓഫ് മാട്രിസസ്. ഇനി മാട്രിസസിൻ്റെ ആൽജിബ്രായിക് പ്രോപ്പർട്ടീസ് എല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അസ്യൂമിങ് ദാറ്റ് സൈസ് ഓഫ് ദ മാട്രിക്സ് ആർ സച്ച് ദാറ്റ് ഇൻഡിക്കേറ്റഡ് ഓപ്പറേഷൻ ക്യാൻ ബി പെർഫോംഡ്, ദ ഫോളോയിങ് റൂൾസ് മാട്രിക്സ് അരിത്തമാറ്റിക് ആർ വാലിഡ്. അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഫസ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. എങ്ങനെ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മാട്രിക്സ് എന്ന് തന്നെയാണ്, നമ്മൾ വെക്ടർ അഡീഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എ പറയുന്ന വെക്ടറും ബി പറയുന്ന വെക്ടറും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്ത് കിട്ടും, ബി എന്ന് പറയുന്ന വെക്ടർ എ എന്ന് പറയുന്ന വെക്ടർ ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. സോ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താണ്, മാട്രിക്സ് അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അസോസിയേറ്റീവ് ലോ, അതായത് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം, എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയാം. ഇനി അടുത്ത എന്താണ്, മൾട്ടിപ്ലിക്കേഷനിൽ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താണ് നോക്കാം. എ ഇൻറ്റു ബി സി ഇസ് ഈക്വൽ ടു എ ബി ഇൻറ്റു സി. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റീവ് ലോ പോസിബിളാണ്. അതുപോലെ തന്നെ എന്താണ്, ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ട്, ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, അതായത് എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്. അതുപോലെ തന്നെ എന്തായിരിക്കും, എ ബി പ്ലസ് എ സി ആയിരിക്കും. അതുപോലെ ബി പ്ലസ് സി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ബി എ പ്ലസ് സി ആയിരിക്കും. എന്നാണ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതുപോലെ തന്നെ എന്താണ് ഇനി ഡിഫറൻസ്, അതായത് എ ഇൻറ്റു ബി മൈനസ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും, എ ബി മൈനസ് എ സി ആയിരിക്കും. അതുപോലെ തന്നെ ബി മൈനസ് സി എന്ന് പറയുമ്പോൾ എന്താണ്, ബി എ മൈനസ് സി എ എന്നായിരിക്കും. ഇതൊക്കെ എന്താണ് നമുക്ക് കാണാതെ പഠിക്കാനുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എന്താണ് നോട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഈ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ആവില്ല എന്ന് മാത്രം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇനി കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താണ് ഫെയിലാവുന്നത് കാരണം എന്ന് പറയുന്നത്, അതായത് എ ബി എന്തായിരിക്കില്ല, ബി എ ആയിരിക്കില്ല. അതിനുള്ള റീസൺ പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് എന്തായിരിക്കും, എ ബി ഡിഫൈൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ ബി എയും ബി എന്തായിരിക്കില്ല, ഡിഫൈൻഡ് ആയിരിക്കില്ല. എന്താണ് സൈസ് സെയിം അല്ല എന്നുണ്ടെങ്കിൽ, അതല്ല ഇപ്പോൾ സ്ക്വയർ മാട്രിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് എ ബി ഡിഫൈൻഡ് ആണെങ്കിലും ബി എ ഡിഫൈൻഡ് ആയിരിക്കില്ല ഫസ്റ്റ് കേസ്. അടുത്ത് പറയുന്നത് എന്താണ്, എ ബി എ ബി ആൻഡ് ബി എ രണ്ടും എന്തായിരിക്കും, മേ ബോത്ത് ബി ഡിഫൈൻഡ് ബട്ട് ദ മേ ഹാവ് ഡിഫറെൻറ്റ് സൈസസ്. എന്തായിരിക്കും, രണ്ടും ഡിഫൈൻഡ് ആയിരിക്കും പക്ഷേ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് പ്രോഡക്റ്റിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറയുന്നു. അടുത്തത് എ ബി അതുപോലെ ബി എ എന്താണ് ബോത്ത് ഡിഫൈൻഡ്, അതുപോലെ തന്നെ സെയിം സൈസും ആണ്, പക്ഷേ എന്തായിരിക്കും പ്രോഡക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈ 3 കേസാണ്. ഒന്നെന്താണ് എ ബി ഉണ്ടായിരിക്കും പക്ഷേ ബി എ ഉണ്ടാവില്ല. ഇനി എ ബിയും ബി എ ഉണ്ടാവും പക്ഷേ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി എ ബിയും ബി എ ഉണ്ട്, സൈസും സെയിം ആണ്, പക്ഷെ എന്തായിരിക്കും പ്രോഡക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി അടുത്ത എന്താണ് സീറോ മാട്രിക്സ്. നമ്മൾ ഇത്രയും നേരം മാട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് കുറച്ച് പറഞ്ഞു. ഇനി വരുന്ന സീറോ മാട്രിക്സ് എന്താണ്. സീറോ മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ് സീറോ ആയിട്ടുള്ള മാട്രിക്സ് ആണ് എന്ത് സീറോ മാട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് എ പ്ലസ് സീറോ മാട്രിക്സ്, എ മാട്രിക്സ് പ്ലസ് എന്താണ് സീറോ മാട്രിക്സ് എന്തായിരിക്കും, നമുക്ക് എ എന്ന് തന്നെ കിട്ടും. അതുപോലെ തന്നെ എന്താണ് സീറോ പ്ലസ് എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, എന്ന് കിട്ടും. ദെൻ എ മൈനസ് സീറോ ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും. അതുപോലെ തന്നെ എ മൈനസ് എ എന്ന് പറഞ്ഞാലും മൈനസ് എ പ്ലസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറോ എന്ന് കിട്ടും. അതുപോലെ തന്നെ സീറോ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു സീറോ. അതുപോലെ തന്നെ സി ഇൻറ്റു എ സീറോ ആവണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സി സീറോ ആയിരിക്കണം, അതല്ലെങ്കിൽ എ സീറോ ആയിരിക്കണം. ഇപ്പോൾ സി സ്കെയിലർ ആണെങ്കിലാണ് എന്ത് ഏതെങ്കിലും ഒരെണ്ണം സീറോ ആവണം എന്നുള്ള കേസ്. ഇനി എന്താണ് ഈ റിയൽ അരിത്തമാറ്റിക്കിൽ വരുന്ന 2 ലോസ് എന്താണ്, മാട്രിക്സിൻ്റെ കേസിൽ എന്താണ്
വാലിഡ് അല്ല എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇഫ് എ ബി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എ ബി ഈസ് ഈക്വൽ ടു ബി സി അല്ല എ സി ആണെങ്കിൽ ഇഫ് എ നോട്ട് ഈക്വൽ ടു 0 ദെൻ ബി ഈസ് ഈക്വൽ ടു സി. അതാണ് ഈ ലെഫ്റ്റ് ക്യാൻസലേഷനിലോ എന്താണ്, അല്ലെങ്കിൽ ക്യാൻസലേഷനിലോ എന്താണ്, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ വാലിഡ് അല്ല. അതുപോലെ തന്നെ എന്താണ്, ഇഫ് എയും ബിയും എന്താണ് രണ്ട് മാട്രിക്സ് ആണെങ്കിൽ എന്താണ് എ ബി ഈസ് ഈക്വൽ ടു 0 ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇനി റിയൽ അരിത്തമാറ്റിക്കിൽ ഇപ്പോൾ ഇത് രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിൽ അല്ലെങ്കിൽ ഒന്നെങ്കിൽ എ 0 ആവണം അല്ലെങ്കിൽ ബി 0 ആവണം. പ്രോഡക്റ്റ് 0 ആവണമെന്നുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താവണം, രണ്ടും 0 ആവണം. എങ്കിലേ നമുക്ക് പ്രോഡക്റ്റ് 0 കിട്ടും. ഇപ്പോൾ മാട്രിക്സിൻ്റെ കേസിൽ എന്താണ്, എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്, ബി എന്ന് പറയുന്നൊരു രണ്ടും നോൺ സീറോ മാട്രിക്സ് ആണെങ്കിലും അവരുടെ പ്രോഡക്റ്റ് എ ബി എന്തായിരിക്കും, ചിലപ്പോൾ 0 ആയിരിക്കും. ഒന്ന് അതിൻ്റെ രണ്ട് എക്സാമ്പിൾ നമുക്ക് കൊടുത്ത് തന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഫസ്റ്റ് കേസ് പറയുന്നത് എന്താണ്, എ ബി ഈസ് ഈക്വൽ ടു എ സി ആണെങ്കിൽ ഇഫ് എ എന്താണ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലും ബി എന്താണ് ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എന്താണ് എ ബി ഈസ് ഈക്വൽ ടു, അതായത് മാട്രിക്സ് എ ഇൻറ്റു മാട്രിക്സ് ബി ഈസ് ഈക്വൽ ടു മാട്രിക്സ് എ ഇൻറ്റു മാട്രിക്സ് സി ആണെങ്കിൽ ഇഫ് എ നോട്ട് ഈക്വൽ ടു 0, എന്താണ് എ ഒരു 0 മാട്രിക്സ് അല്ലെങ്കിലും എന്താണ് ബി ഈസ് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. അതെന്തായിരിക്കും, ബിയും സിയും സെയിം ആയിരിക്കില്ല. ഇനി അതേപോലെ തന്നെ എ മാട്രിക്സ് എന്താണ് എ മാട്രിക്സ് ഇൻറ്റു ബി മാട്രിക്സ് ഈക്വൽ ടു 0 ആണെങ്കിലും എന്താണ് എ മാട്രിക്സ് നോട്ട് ഈക്വൽ ടു 0, അതുപോലെ തന്നെ ബി മാട്രിക്സ് നോട്ട് ഈക്വൽ ടു 0. അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 0 മാട്രിക്സ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഐഡൻറ്റിറ്റി മാട്രിക്സ്. അപ്പോൾ ഐഡൻറ്റിറ്റി മാട്രിക്സ് ഒക്കെ അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ ഐഡൻറ്റിറ്റി ഇൻവേഴ്സൊക്കെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കണ്ടതാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ എന്താണ് 0 ആണ് നമുക്ക് എന്ത് പറയാം, 0നെ നമുക്ക് എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കാം. അതുപോലെ തന്നെ 1 മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി അല്ല, 0 എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. അതുപോലെ 1 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി മാട്രിക്സ് എന്ന് പറയുന്നത് എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ എനി മാട്രിക്സ് എ ക്യാൻ ബി മൾട്ടിപ്ലൈഡ് വിത്ത് ഐഡൻറ്റിറ്റി മാട്രിക്സ് ആൻഡ് വി കൻ ഒബ്റ്റെയിൻ ദ സെയിം മാട്രിക്സ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐഡൻറ്റിറ്റി മാട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും, ഒരു എന്താണ് എൻ സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും. അതിൻ്റെ മെയിൻ ഡയഗണൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അതെന്താണ് ഒരു 3 സ്ക്വയർ മാട്രിക്സ് ആണ്, അല്ലെങ്കിൽ 3x3 മാട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഡയഗണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, കംപ്ലീറ്റ് 1 ആയിരിക്കും. അതർ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. നമുക്ക് എങ്ങനെ എഴുതാം, ഐ ജെ ഈസ് ഈക്വൽ ടു 0 where m not equal to n and aij is equal to 0 if m equal to എന്തായിരിക്കും 1 ആയിരിക്കും if m equal to n. ഇതാണ് ഐഡൻറ്റിറ്റി മാട്രിക്സ് എന്ന് പറയുന്നത്. എന്താണ് aij is equal to 0 ആവണമെന്നുണ്ടെങ്കിൽ m not equal to n ആയിരിക്കണം. അതുപോലെ തന്നെ aij equal to 1 ആവണമെന്നുണ്ടെങ്കിൽ m equal to n ആയിരിക്കണം. ഇപ്പോൾ ഐഡൻറ്റിറ്റി മാട്രിക്സ് എങ്ങനെ കാണാമെന്നോ, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇൻവേഴ്സ് കാണാമെന്നൊക്കെ നമുക്ക് എന്താണ് പ്ലസ് ടുവിലെ ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കെന്താണ് ഈ ഐ ഈസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എ തന്നെ ആയിരിക്കും. അപ്പോൾ ഐഡൻറ്റിറ്റി മാട്രിക്സിന് നമുക്ക് എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഐഡൻറ്റിറ്റി ആണെന്നും കൂടി പറയാൻ പറ്റും. ഇനി വരുന്നത് ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ ഇനി ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ യൂസ്ഫുൾ ആയിരിക്കുന്നത്. ഇനി ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു മാട്രിക്സിനെ ഒരൊറ്റ സിംഗിൾ നമ്പർ കൊണ്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിറ്റർമിനൻ്റ് ഓഫ് ദ മാട്രിക്സ് എന്ന് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്നാണ്. അതല്ലാന്നുണ്ടെങ്കിൽ മോഡുലസിൻ്റെ ഉള്ളിൽ മാട്രിക്സിൻ്റെ പേര് എഴുതിയാൽ മതി. ഇതിങ്ങനെയാണ് രണ്ട് തരത്തിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. എന്താണ് ഒരു മാട്രിക്സിനെ ഒരു സിംഗിൾ ഡിജിറ്റ് കൊണ്ട് നമുക്ക് സിംഗിൾ നമ്പർ കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ നമ്മൾ വിളിക്കുന്നവരാണ് ഡിറ്റർമിനൻ്റ് ഓഫ് ദ മാട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഡിറ്റർമിനൻ്റ് എങ്ങനെ കാണുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു
1/1 മാട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ എന്ന് തന്നെ ആയിരിക്കും. ഇപ്പോൾ എലമെൻ്റ് എ ആണെങ്കിൽ എ എന്ന് തന്നെ ആയിരിക്കും. ഇപ്പോൾ 1 ആണ് മാട്രിക്സിൻ്റെ ഉള്ളിൽ എന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 0 0 1 ഞാൻ ഒരു മാട്രിക്സ് എഴുതി. വേണ്ട, നമുക്ക് ജനറലായിട്ട് തന്നെ എഴുതാം. ഇവിടെ ജനറലായിട്ടുള്ള എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. അതായത് A11 A12 A21 A22 ആണ് മാട്രിക്സ്. 2/2 മാട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? A11 ഇൻറ്റു A22 മൈനസ് A21 ഇൻറ്റു A12 ആയിരിക്കും. എന്താണ്? ഡയഗണൽസ് തമ്മിൽ പ്രോഡക്റ്റ് ഉണ്ട്, അവരുടെ ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്ത്? ഇപ്പോൾ ഈ 2/2 മാട്രിക്സിൽ ഡിറ്റർമിനൻ്റ് കണ്ടത്. ഇനി ഇതാണ് നമ്മളെന്ത്, ഇനി ഹയർ ഡയമെൻഷനിൽ എത്ര വലിയ ഡയമെൻഷനിലുള്ള മാട്രിക്സ് എടുത്താലും നമുക്ക് എന്താണ്, ഈ ഒരൊറ്റ കാര്യം വെച്ചിട്ട് നമുക്ക് ഡിറ്റർമിനൻ്റ് കാണാൻ പറ്റും. നമുക്ക് ഡിറ്റർമിനൻ്റ് കാണുന്നുണ്ടെങ്കിൽ എന്താണ്, കാൽക്കുലേറ്ററിൽ ജസ്റ്റ് ഡിറ്റർമിനൻ്റ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവൈലബിൾ ആണ്. അതല്ല, മാനുവലി നമുക്ക് ഡിറ്റർമിനൻ്റ് കാണാൻ നമുക്ക് ഓൾറെഡി പ്ലസ് ടുവിൽ പഠിച്ചതാണ്. എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് കാണാറ്? നമുക്ക് എന്താണ്, -1 to the power I plus j ഇൻറ്റു aij ഇൻറ്റു mij എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ -1 to the power I plus j ഇൻറ്റു mij എന്നുള്ളതിനെ നമ്മൾ കോമൺ ആയിട്ട് CIJ, അതായത് കോഫാക്ടർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ aij ഇൻറ്റു, അതായത് സം ഓഫ് aij ഇൻറ്റു CIJ എന്ന് എഴുതാം. ഇതാണ് എന്ത്, ഡിറ്റർമിനൻ്റ്. ഹയർ ഡയമെൻഷനിലെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതല്ലെങ്കിൽ നമുക്ക് മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാനുള്ള ഒരു മെത്തഡാണ് കോഫാക്ടർ എക്സ്പാൻഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നു. അപ്പോൾ നമ്മളെങ്ങനെയാണ് മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കാണുക? കോഫാക്ടർ എക്സ്പാൻഷൻ അലോങ് എനി കോളം ഓർ എനി റോ. അതായത് ഇതൊരു മാട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരു 3/3 മാട്രിക്സ് ആണ്. A11 അപ് ടു A33 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഡിറ്റർമിനൻ്റ് കാണുന്നത്? നമുക്ക് A11 ഇൻറ്റു അതിൻ്റെ മൈനർ, അതായത് അതിൻ്റെ മൈനർ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണണം. പിന്നെ എന്താണ്, പ്ലസ്. ഇനി എന്താണ്, ഇപ്പോൾ 1 ആയതുകൊണ്ട് എന്ത് വരും? ഇവിടെ സൈൻ പോസിറ്റീവ് വരും. ഇനി അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് എലോങ് ഫസ്റ്റ് റോയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എക്സ്പാൻഷൻ, കോഫാക്ടർ എക്സ്പാൻഷൻ കാണുന്നത്. സോ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ A12 ആണ് അവരുടെ സമ്മ്. I plus j എന്ന് പറയുമ്പോൾ എന്താണ്, 1 + 2 3 വരും. സോ നമുക്ക് നെഗറ്റീവ് നമ്പറാണ് വരുന്നത്. എന്താണ്, മൈനസ് A12 ഇൻറ്റു അതിൻ്റെ മൈനർ മാട്രിക്സ് വരും. ലാസ്റ്റ് എന്താണ്, A13 ഇൻറ്റു എന്താണ്, അതിൻ്റെ സൈൻ പ്ലസ് ആണ് വരുന്നത്. 1 + 3 എന്താണ്, 4 ആണ് വരുന്നത്. അതിൻ്റെ മൈനർ മാട്രിക്സ് വരും. ഇനി മൈനറിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഏതെങ്കിലും ഒരു AIJയുടെ എന്താണ് സബ് മാട്രിക്സ് ആണ്. ഏതെങ്കിലും ഒരു എലമെൻറ്റ് AIJയുടെ സബ് മാട്രിക്സ് ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, സബ് മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമ്മുടെ മൈനർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ കറസ്പോണ്ടിങ് എന്താണ് സൈനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വിളിക്കാം, അതിനെ കോഫാക്ടർ എന്ന് വിളിക്കാം. അപ്പോൾ സം ഓഫ് കോഫാക്ടേഴ്സ് ആണ്, സം ഓഫ് എന്താണ് പ്രോഡക്റ്റ് ഓഫ് കോഫാക്ടർ ആൻഡ് ദി കറസ്പോണ്ടിങ് കോളം എൻട്രീസ് ഓർ റോ എൻട്രീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിറ്റർമിനൻ്റ് ഓഫ് എ മാട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇഫ് A is an n² മാട്രിക്സ് ദ നമ്പർ ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈങ്. എന്താണ്, നമുക്ക് കിട്ടുന്ന നമ്പറാണ് എങ്ങനെയോ മൾട്ടിപ്ലൈങ് ദ എൻട്രീസ് ഇൻ എനി റോ, ഏതെങ്കിലും ഒരു റോ, അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിലത്തെ എൻട്രീസിനെ വിത്ത് കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് ആൻഡ് ആഡിങ് ദ റിസൾട്ട്. അപ്പോൾ എന്ത് ചെയ്തു, കറസ്പോണ്ടിങ് എൻട്രീസ് വെച്ച് അവരുടെ കോഫാക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അവരുടെ റിസൾട്ടിങ് സമ്മാണ് എന്ത്, ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ സം ദംസെൽസ് ആർ കോൾഡ് കോഫാക്ടർ എക്സ്പാൻഷൻ ഓഫ് എ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എന്ത്, കോഫാക്ടർ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെയാണ്, CIJ ഇൻറ്റു AIJ. എന്താണ്, നമുക്ക് സമ്മേഷൻ എടുക്കാം. ജസ്റ്റ് തന്നിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഡിറ്റർമിനൻ്റ് മാനുവലായിട്ട് കാണാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു മാട്രിക്സ് എക്സാമ്പിൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ഈ ഒരു കോഫാക്ടർ എക്സ്പാൻഷൻ വഴി. കോഫാക്ടർ എക്സ്പാൻഷൻ പറയുന്നത്
ഇപ്പോൾ ഒരു 310 എന്ന് പറയുന്നൊരു മാട്രിക്സ് ഉണ്ട്, -2 -4 3 എന്ന് പറയുന്നൊരു മാട്രിക്സ് ഉണ്ട്, 5 4 -2 എന്ന് പറയുന്നൊരു അല്ല, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളൊരു മാട്രിക്സ്. ഇതിൽ പറയുന്നത് എങ്ങനെയാണ്, എനി റോ ഡിറ്റർമിനൻറ്റ് എനി റോ അല്ലെങ്കിൽ എനി എക്സ്പാൻഷൻ നമുക്ക് എങ്ങനെ എലോങ് എനി റോ എലോങ് എനി കോളം, ഏത് റോ വെച്ചോ ഏത് കോളം വെച്ചോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനൊരു കണ്ടീഷനും, അതായത് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും നമ്പർ ഓഫ് സീറോസ് ഉള്ള കോളം ഓർ അലോങ് ദാറ്റ് റോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഷൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഇൻറ്റു ഇനി അതിൻ്റെ സബ് മാട്രിക്സ്. അപ്പോൾ 3 ഇൻറ്റു ഞാനിതിൻ്റെ മൈനർ കാണുന്നില്ല, -4 3 4 -2. അടുത്ത എന്താണ്, -1 ഇൻറ്റു ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് മൈനർ വരുന്നത് എന്തായിരിക്കും, -2 3 5 -2. ദെൻ കംസ് 0 ഇൻറ്റു ഇവിടെ അഡീഷനാണ്, 0 ഇൻറ്റു എന്ത് വരും, -2 -4 5 4. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇനി ഇവിടെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയിട്ട് പൊക്കോളും. അപ്പോൾ ഇവിടെയും കൂടി ഇതും കൂടി 0 ആണെന്നുണ്ടെങ്കിലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതും കാണേണ്ട ആവശ്യമില്ല, ഈ ഒരൊറ്റെണ്ണം കണ്ടാൽ മതി. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു മാട്രിക്സ് വന്നിട്ടുണ്ടെങ്കിൽ എലോങ് എനി റോ, ഏത് റോ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിലും ഈ കോഫാക്ടർ എക്സ്പാൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ എനി റോ എനി കോളം എലോങ് എനി കോളം വെച്ച് നിങ്ങൾക്ക് കോഫാക്ടർ എക്സ്പാൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് റോ വെച്ചിട്ട് ആണ് ഞാൻ ഇവിടെ ചെയ്തത്. സെക്കൻഡ് റോ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, തേർഡ് റോ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ ഫസ്റ്റ് കോളം വെച്ച് ചെയ്യാം, സെക്കൻഡ് കോളം വെച്ച് ചെയ്യാം, തേർഡ് കോളം വെച്ച് ചെയ്യാം. പക്ഷേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, മോർ നമ്പർ ഓഫ് സീറോസ് ഏത് കോളത്തിലാണോ ഏത് റോയിലാണോ ഉള്ളത് അത് വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെയും കൂടി 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഇതിൽ ഈ ഒരെണ്ണത്തിൻ്റെ മാത്രം കണ്ടാൽ മതി ഇനി ഡിറ്റർമിനൻറ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒക്കെ നമുക്ക് എന്താണ് ഓൾറെഡി അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ എങ്ങനെ പ്രോബ്ലം ചെയ്യുന്നു എന്നാണ് കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഈ തന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ എങ്ങനെ പ്രോബ്ലംസ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസൊക്കെ നമുക്ക് ഓൾറെഡി എന്താണ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്ന് തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇനി അതിൽ പ്രോബ്ലംസ് മിക്കവാറും എന്താണ് ഈ മെറ്റീരിയലിൽ തന്നെ പ്രോബ്ലംസാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ. ഇനി എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് ആൻസർ ചെയ്തിട്ട് എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാൻ ലിങ്കായിട്ട് തരാം. നമുക്ക് എന്താണ് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കംപ്ലീറ്റ് മെറ്റീരിയൽ കവർ ചെയ്യാതെ നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഇതുവരെ ചോദിച്ചിട്ടുള്ള മൊത്തം ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് തിയറം വരുന്നതാണ് തിയറം 1.1. ഫസ്റ്റ് തിയറം പറയുന്നത് എന്താണെന്ന് നോക്കാം. ലെറ്റ് എ ബി എ സ്ക്വയർ മാട്രിക്സ്. എ എന്താണ്, ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. ഇഫ് എ ഹാസ് എ റോസ് ഓഫ് സീറോസ് ഓർ കോളംസ് ഓഫ് സീറോസ് ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. എ ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. ആ ഒരു മാട്രിക്സിന് എന്താണ് ഒരു കോളം മൊത്തം 0 ഉണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഒരു റോയിൽ മൊത്തം സീറോസ് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും എന്നാണ് പറയുന്നത് ഫസ്റ്റ് തിയറം. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഞാൻ എന്താ പറഞ്ഞില്ലേ, കോഫാക്ടർ എക്സ്പാൻഷൻ എവിടെ എത്ര നമ്പർ ഓഫ് സീറോസ് കൂടുതലുണ്ടോ അത്രയും അലോങ് ദാറ്റ് റോ ഓർ അലോങ് ദാറ്റ് കോളം അങ്ങനെ വെച്ചിട്ട് കോഫാക്ടർ എക്സ്പാൻഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർമിനൻറ്റ് കാണാൻ അത്ര എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു റോയിൽ മൊത്തം സീറോസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ അലോങ് ദാറ്റ് റോ നമുക്ക് എന്ത് കണ്ടാൽ മതി, കോഫാക്ടർ എക്സ്പാൻഷൻ കണ്ടാൽ മതി. ഇപ്പോൾ 0 ഞാൻ എടുത്തു ഫസ്റ്റ് എലമെൻറ്റ്, അതിൻ്റെ മൈനർ എടുത്തു, പ്ലസ് അടുത്തത് എന്താണ് -0 ഇൻറ്റു അതിൻ്റെ മൈനർ എടുത്തു, പ്ലസ് എന്താണ് അടുത്തത് 0 എന്ന് പറയുന്ന എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ മൈനർ. സോ ഇവരുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ദ ഡിറ്റർമിനൻറ്റ് ഈസ് ഈക്വൽ ടു 0 അലോങ്. ഇനി എന്താണ് അടുത്ത എക്സാമ്പിൾ, ഇത് ഈ ഒരു മാട്രിക്സ് എടുത്ത് ഇതിലെന്താണ് ഒരു കോളം നമ്പർ 0 മൊത്തം എന്താണ് സീറോസ് കിടക്കുന്നുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഡിറ്റർമിനൻറ്റ് 0 കിട്ടും. അപ്പോൾ ഒരു n/n മാട്രിക്സ്, അതായത് ഒരു n സ്ക്വയർ മാട്രിക്സ് ഉണ്ടെങ്കിൽ അതിൽ എന്താണ് ഒരു കോളം 0 ഉണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റോ മൊത്തം 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. ഇതിൻ്റെ പ്രൂഫ് പറയുന്നുണ്ട്, സിൻസ് എ ക്യാൻ ബി ഫൗണ്ട് ബൈ കോഫാക്ടർ എക്സ്പാൻഷൻ. നമുക്ക് എങ്ങനെ ഡിറ്റർമിനൻറ്റ് എങ്ങനെ കാണാം, നമുക്ക് കോഫാക്ടർ എക്സ്പാൻഷൻ വഴി കാണാൻ പറ്റും. നമുക്ക് എങ്ങനെ എഴുതാം, ഡിറ്റർമിനൻറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് Cij ഇൻറ്റു Aij. We can use the row or column of zeros. നമുക്ക് എന്ത് ചെയ്യാം, സീറോസ് ഉള്ള കോളം അല്ല എന്നുണ്ടെങ്കിൽ റോസ് നമുക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ്, ഞാൻ ഏതെങ്കിലും ഒരു റോ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ
എല്ലാ AIJ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് ഡിറ്റർമിനൻ്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്താണ്, ഞാൻ എലോങ് AIJ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ അതിനകത്തുള്ള AIJ എന്ന് പറയുന്നത് എന്താണ്, കംപ്ലീറ്റ് 0 ആണ്. ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് റോ അല്ലെങ്കിൽ എന്താണ് 0 ഉള്ള ഒരു റോ ഞാൻ ചൂസ് ചെയ്യണം. അപ്പോൾ അതിനകത്തുള്ള AIJ എന്ന് പറയുന്നത് കംപ്ലീറ്റ് 0 ആണ്. ആൻഡ് ലെറ്റ് C1 അപ് ടു C2 എക്സെട്ര CN എന്ന് പറയുന്നത് എന്തായിരിക്കും, കോഫാക്ടേഴ്സ് ആയിരിക്കും അലോങ് ദാറ്റ് റോ. ദെൻ നമുക്ക് ഡിറ്റർമിനൻ്റ് എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു 0 C1 പ്ലസ് 0 C2 പ്ലസ് എക്സെട്ര പ്ലസ് 0 ഇൻറ്റു CN. 0 കൊണ്ട് ഏത് വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ സോ ഇതിൻ്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. ഇതാണ് പ്രൂഫ്. എന്താണ് ഡിറ്റർമിനൻ്റ് നമുക്ക് എന്ത് ചെയ്യാം, കോഫാക്ടർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. AIJ എന്ന് പറയുന്നത് കംപ്ലീറ്റ് 0s ആണ്. ദെൻ നമുക്ക് എന്താണ്, നമ്മൾ C1 അപ് ടു CN ആണ് നമുക്ക് വരുന്ന കോഫാക്ടേഴ്സ്. ദെൻ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, linear combination of entries along column or row. അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ കോഫാക്ടറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രീസിൻ്റെയും കോഫാക്ടറിൻ്റെ എന്താണ് പ്രോഡക്റ്റുകളുടെ ലീനിയർ കോമ്പിനേഷനാണ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. സോ അതിൽ കറസ്പോണ്ടിങ് എൻട്രീസ് മൊത്തം 0 ആണെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും, എല്ലാം 0 ആയിരിക്കും. അവരുടെ സമ്മ് 0 ആയിരിക്കും. അതാണ് പ്രൂഫ് വരുന്നത്. പ്രൂഫ് എക്സാമിന് ചോദിക്കുന്ന അറിയില്ല, സിമ്പിളായിട്ടുള്ളൊരു പ്രൂഫാണ്. ഇത് നമുക്ക് സെക്കൻഡ് തിയറം നോക്കാം. തിയറം 2 പറയുന്നത് ലെറ്റ് A be an n square matrix then determinant of A is equal to determinant of A transpose. ഇതും സിമ്പിളായിട്ടുള്ളൊരു പ്രൂഫാണ്. എ എന്ന് പറയുന്ന ഒരു n സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ എയുടെ ഡിറ്റർമിനൻ്റ് തന്നെ ആയിരിക്കും A ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഡിറ്റർമിനൻ്റ് ഓഫ് A എന്ന് പറയുന്നത് എന്തായിരിക്കും, AIJ ഇൻറ്റു സം ഓഫ് AIJ ഇൻറ്റു CIJ എന്നാണ്. ഇതിൽ സിമ്പിളായിട്ടുള്ള പ്രൂഫ് പറയുന്നത്, ഇതിൽ പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു മാട്രിക്സ് എന്ന് പറയുന്നതിൽ കോളം ആയിരിക്കും, അതിൻ്റെ റോ ആയിരിക്കും എന്താണ് കറസ്പോണ്ടിങ് മാട്രിക്സിൻ്റെ ട്രാൻസ്പോസിലെ കോളം വരുന്നത്. അപ്പോൾ ഈ ഒരു മാട്രിക്സിലെ ഡിറ്റർമിനൻ്റ്, അതായത് കോഫാക്ടർ എക്സ്പാൻഷൻ അലോങ് ദിസ് റോ തന്നെ ആയിരിക്കും ട്രാൻസ്പോസ് മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുമ്പോഴുള്ള കോഫാക്ടർ എക്സ്പാൻഷൻ അലോങ് ദാറ്റ് കറസ്പോണ്ടിങ് കോളം. സോ അത് രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 0ൻ്റെ കേസിൽ 0 അങ്ങനെ വരുന്നത്. ഒരു മാട്രിക്സിൽ കോളം റോ 0 ആണെങ്കിൽ എന്താ എടുക്കുക, 0 ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. ഇനി കോളം 0 ആണെന്നുണ്ടെങ്കിലും ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. ആ സെയിം കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മാട്രിക്സ് സെയിം ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സെയിം എലമെൻറ്റ്സ് തന്നെ ആയിരിക്കും. ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഞാൻ എടുത്തു, 1 2 3. നമുക്ക് എന്താണ് ഐഡൻറ്റി മാട്രിക്സ് എടുക്കാൻ തൽക്കാലം ഇതെടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെ ആയിരിക്കും. ഞാൻ ജസ്റ്റ് എന്താണ് ഒറ്റ എലമെൻ്റ് ഒന്ന് മാറ്റുകയാണ്. ഇവിടെ ഞാൻ 2 ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിനെ ഞാൻ എല്ലാം ഫസ്റ്റ് റോ എക്സ്പാൻഡ് ചെയ്യണമെന്ന് വിചാരിക്കും, കോഫാക്ടർ എക്സ്പാൻഷൻ ചെയ്യണം. 1 ഇൻറ്റു നമുക്ക് എന്തെന്ന് വരും, 1 0 0 1 എന്ന് വരും. മൈനസ് 0 ഇൻറ്റു എന്തെന്ന് വരും, നമുക്ക് 0 1 0 0 എന്ന് വരും. പ്ലസ് അടുത്ത എന്ത് വരും, 2 ഇൻറ്റു കറസ്പോണ്ടിങ് കോഫാക്ടർ എന്ത് വരും, നമുക്ക് ഇവിടെ 0 0 1 0 0 0 1. നമുക്ക് ഇവിടെ വരുന്നത് എന്താണ്, 0 0 0 0 1. ദെൻ 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്താ കിട്ടുന്നത്, 0 1 0 0 എന്ന് വരും. സോ ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് നോക്കാം, അതിൻ്റെ എക്സ്പാൻഷൻ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളെന്ത് എല്ലാം ഒരു പർട്ടിക്കുലർ കോളം ഫസ്റ്റ് റോ ആണ് നമ്മൾ ചെയ്തത്, എല്ലാം ഫസ്റ്റ് റോ ചെയ്തു. ഇനി ട്രാൻസ്പോസ് മാട്രിക്സിൽ എന്ത് വരും, 1 0 2. അടുത്ത് എന്ത് വരും, 0 0 0 1 0 0 1 എന്ന് വരും.
ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എലോങ് ഫസ്റ്റ് കോളം ചെയ്യുക. അപ്പോൾ 1 ഇൻറ്റു അതിൻ്റെ മൈനർ എന്ന് പറയുന്നതാണ് 1 0 0 1. അതെന്താണ് -0 ഇൻറ്റു 0 0 0 1 എന്ന് വരും, പ്ലസ് 2 ഇൻറ്റു അപ്പോൾ ഇതിൽ വരുമ്പോൾ 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 2ൻ്റെ കോഫാക്ടർ വരുന്നത് 0 0 1 0 എന്നായിരിക്കും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കേട്ടാൽ നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ 1 ഇൻറ്റു 1 നമുക്ക് എന്തെന്ന് കിട്ടി, 1 എന്ന് കിട്ടി. അടുത്തത് ഇവിടെ എന്താണ് നോക്കേണ്ട ആവശ്യമില്ല, 0 ആണ്. അടുത്തത് ഇതിൽ നോക്കുകയാണെങ്കിൽ എന്താണ് 0 -0, ഡിറ്റർമിനൻ്റ് 1 ആണ് വരുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിറ്റർമിനൻ്റ് 1 ആണ്, ഇത് നമുക്ക് നോക്കണ്ട 0 ആണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 0 ഇൻറ്റു ഇതും എന്താണ് 0, അപ്പോൾ അതാണ് ഡിറ്റർമിനൻ്റ് സെയിം ആണ്. അപ്പോൾ സെക്കൻഡ് തിയറം പറയുന്നത് എന്താണ്, ഒരു മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ്, അതായത് ഒരു n സ്ക്വയർ മാട്രിക്സ് എയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ട്രാൻസ്പോസ് മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിന് ഈക്വൽ ആയിരിക്കും. പ്രൂഫ് വരുന്നത് ഒരു മാട്രിക്സിനെ എലോങ് റോ വൈസ് നമ്മൾ കോഫാക്ടർ എക്സ്പാൻഷൻ ചെയ്താൽ അത് ഈക്വൽ ടു എന്തായിരിക്കും, സെയിം മാട്രിക്സിൻ്റെ ട്രാൻസ്പോസിൻ്റെ കറസ്പോണ്ടിങ് കോളം വൈസ് ഉള്ള കോഫാക്ടർ എക്സ്പാൻഷന് ഈക്വൽ ആയിരിക്കും. സോ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ഇനി 1.3 മുതലുള്ള തിയറുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു മോഡ്യൂളിൻ്റെ ബാക്കി പോർഷൻസൊക്കെ മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് ഇൻക്രീസ് ആവും, അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ എക്സ്ട്രാ എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.